ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനിൽ നിന്നും ശ്രീ ജസ്റ്റിൻ പാലത്ര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജസ്റ്റിൻ പാലത്ര. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സ്വർണ്ണവില മുന്നേറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഈ ഒരു 2026 തുടങ്ങിയതിന് ശേഷം വില കൂടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരു വീഴ്ച അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, വലിയ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. ഇതിപ്പോൾ സർവകാല റെക്കോർഡിലേക്കൊക്കെ സ്വർണ്ണവില എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നതും. എങ്ങനെയാണ് ഈ ഒരു വിപണി മുന്നോട്ട് പോകുന്നത്? വിപണിയെ സംബന്ധിച്ചോളം നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ജനുവരി ഫെബ്രുവരിയോട് കൂടി സ്വർണ്ണവില 14,000-ന് മേളിൽ പോകും എന്നുള്ള ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2026 തുടങ്ങിയപ്പം മുതൽ ഇത് 25 മുതലേ ഉണ്ട്. 25 മുതൽ ഇത് ഒന്നിനൊന്നിന് കയറുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പം വിലയെ സംബന്ധിച്ചോളം ഇപ്പം ഇനിയും കുറയുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ സ്വർണ്ണവിലയിൽ ഇനി പ്രതീക്ഷ നൽകേണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം നമുക്കറിയാം പലതവണ സ്വർണ്ണവില വലിയ തോതിൽ കുതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു ഇറക്കം അതുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യത്തെ ഒരു വിലയിലേക്കൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത അത് ഇനി ഇല്ല എന്ന് തന്നെ പറയണം. ഇല്ല, അതിപ്പോ അടുത്ത കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പത്തെ അമേരിക്ക ഒന്നിനൊന്നിന് ടെൻഷൻ രാജ്യങ്ങൾ തമ്മിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെനിൻസുല എന്ന് പറയുന്ന തെക്കൻ അമേരിക്കയിൽ നിന്നുള്ള പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് വെനിൻസുല എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അവർ വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ പുരോഗതി തടയുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണെന്ന് വേണം ഇത് കരുതാൻ. ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യത്തിന്റെ കൺട്രോൾ അവർ സ്വയം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പം സ്വാഭാവികമായും ചൈനയിലേക്കുള്ള ഓയിൽ വാങ്ങലുകൾ നിർത്തലാക്കപ്പെടും. അത് കൂടാതെ തന്നെ പുതിയൊരു ഐലൻഡ്, ഗ്രീൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൂടെ കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഇപ്പോഴും. അതും ഈ പറഞ്ഞ കണക്ക് ഓയിലും ഭയങ്കരമായ ധാതു വസ്തുക്കളും കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ടെൻഷനുകൾ ഒന്നിനൊന്നിന് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ചൈനയെ സംബന്ധിച്ചോളം ചൈന ഇപ്പോൾ തായ്വാനെ ആക്രമിക്കാൻ ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് കൂടാതെ ഇസ്രായേൽ ഇറാൻ ടെൻഷൻ നിൽക്കുന്നു. റഷ്യൻ ടെൻഷൻ ഉക്രൈനുമായിട്ട് നിൽക്കുന്നു. അമേരിക്ക പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിൽ മുന്നേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ ടെൻഷൻ നിലനിൽക്കുന്ന കാലം സ്വർണത്തിന് അതിന് ഒരു അറുതി വരാതെ ഇതിന്റെ വില കുറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് അനുമാനം. തീർച്ചയായും. ഇപ്പം നമുക്കറിയാം വിവാഹ സമയമൊക്കെ കൂടിയാണ്. അപ്പോൾ സ്വർണം വാങ്ങാനിരിക്കുന്നവരൊക്കെ ഇപ്പോൾ സ്വർണം ചുരുക്കുന്ന ഒരു സാഹചര്യം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പവൻ നിരക്ക് നോക്കിയല്ല ഇപ്പോൾ ആളുകൾ, അല്ലെങ്കിൽ പവൻ നോക്കിയല്ല ആളുകൾ സ്വർണം എടുക്കുന്നത്. ഇന്ന വിലയ്ക്കുള്ള സ്വർണം മതി എന്ന് പറഞ്ഞാണ് ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ പലരും 18 ക്യാരറ്റ് പോലുള്ള കുറഞ്ഞ സ്വർണത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ഇത്ര പണ്ടറിയാൻ നമുക്ക് 200 പവൻ 100 പവൻ 50 പവൻ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന രീതികളൊക്കെ മാറിപ്പോയി. ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം തന്നേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, ബാക്കി ക്യാഷ് ആയിട്ട് നിങ്ങൾ എടുത്തുകൊള്ളുക എന്നുള്ള രീതിയിലേക്കൊക്കെ സംഗതികൾ മാറിക്കഴിഞ്ഞു. അത് കൂടാതെ തന്നെ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ 18 ക്യാരറ്റ് കൂടാതെ 14 ക്യാരറ്റിലേക്കൂടെ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം വില വ്യത്യാസം നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ 12,785 രൂപ ഇന്ന് ഒരു പവന് 916 വില നിൽക്കുമ്പോൾ 10,000-അടുത്തേ ഉള്ളൂ 18 ക്യാരറ്റിന്, 8,000 ഉള്ളൂ 14-ന്. അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം
വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് 14-14 ആൾക്കാർ ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളൊക്കെ എല്ലാ സ്വർണ്ണക്കടകളിലും 18-14 വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. അതേസമയം തന്നെ ഈ സ്വർണ്ണവില കൂടുന്നത്, ഈ സ്വർണം പണ്ട് മുതൽക്കേ തന്നെ സൂക്ഷിച്ചു വച്ചിരുന്നവർക്ക് ഒരു വലിയൊരു സഹായമാവുന്ന ഒരു സാഹചര്യമുണ്ട്. പലർക്കും ഈ വീട് വാങ്ങാനായിട്ടും സ്ഥലം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഈ സ്വർണം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സ്വർണം വിൽക്കാനായിട്ടും ആളുകൾ എത്തുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും പഴയ സ്വർണം ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിൽപ്പന നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ കൂടുതൽ ഞങ്ങള് വ്യാപാരികളെ സംബന്ധിച്ചോളം വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, ഗുണമെന്നല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഈ വില കൂടുതൽ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഒരു ആവറേജ് റേറ്റിൽ നിന്നാലേ കച്ചവടങ്ങൾ നടക്കത്തുള്ളൂ. ഉപഭോക്താക്കൾ കൊടുക്കൽ വാങ്ങൽ നടക്കണമെങ്കിൽ ആവറേജ് വിലയിൽ നിൽക്കണം. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇപ്പം വായ്പ എടുത്തിരിക്കുന്നവർ, ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തിരിക്കുന്നവർക്കൊക്കെ ഇപ്പം കുറെ കടയിലിരിക്കുന്ന സ്വർണം എടുത്ത് വിറ്റ് ആ ബാധ്യത തീർക്കാനുള്ള ഒരു അവസരം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു മാത്രമേ കച്ചവടക്കാരെ സംശയമുള്ളൂ. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയാനുള്ളൂ. പക്ഷേ കച്ചവടം വളരെയധികം കുറയുകയാണ്. ശരി, വളരെയധികം വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.